നബിയുടെ മരണശേഷം പോലും ജബൽ യുദ്ധത്തിലെല്ലാം പങ്കെടുത്ത് ഒട്ടകപ്പുറത്ത് വന്ന് യുദ്ധം നയിച്ച സ്ത്രീയാണ്. അത് മാത്രമല്ല, ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തെ ഇന്ന് ഇത്ര വലിയ ഒരു മതമാക്കി മാറ്റുന്നതിൽ ആയിഷ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം ഒരു സ്ത്രീയെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറയുന്ന മതം തന്നെയാണ് ഇന്നത്തെ, അതായത് അത് മാറ്റപ്പെട്ടതാണ്, ആ തരത്തിലോട്ട് മാറ്റപ്പെട്ടതാണ്. അതിനു മുൻപ് ആയിഷ തന്നെയാണ് ഖുറാൻ എഡിറ്റ് ചെയ്യുന്നതിലേക്കും അല്ലെങ്കിൽ ഖുറാൻ ക്രോഡീകരിക്കുന്നതിനും എല്ലാം മുൻകൈ എടുത്തത് ആയിഷ തന്നെയാണ്. ഇന്നും മുസ്ലിമുകൾ സ്വയമായിട്ട് ഉപയോഗിക്കുന്ന ഹദീസുകൾ എന്ന് പറയുന്നത് ആയിഷ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ തന്നെയാണ്. അതായത് ആയിഷയിലൂടെയാണ് മതം നബിക്ക് ശേഷം പിടിച്ചു നിന്നത് എന്ന് തന്നെ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ചരിത്രം, ഇപ്പൊ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു സ്ത്രീ, സുമയ്യ ഇസ്ലാമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ധീര രക്തസാക്ഷിത്വം വരിച്ച വനിതയാണ് സുമയ്യ. അതുപോലെ ഹാജറ ബീവിയുടെ കാര്യം നമ്മൾ പറയണം. രണ്ട് സഫ മർവ എന്ന് പറഞ്ഞ രണ്ട് മലകൾക്കിടയിലൂടെ ഓടാണ്. ആ സ്ത്രീയുടെ മനക്കരുത്ത് വെടിയാണ്ട് ഓടാണ്. ഒരുപാട് സ്ത്രീകളുടെ വിപ്ലവത്തിന്റെയും മനക്കരുത്തിന്റെയും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ധൈര്യത്തിന്റെയും ഒക്കെ ചരിത്രമുള്ള മതമാണ് ഇസ്ലാം. അതായത് ഒരുപാട് ധീരരായിട്ടുള്ള സ്ത്രീകള്. ശരിക്കും ഖദീജ റളിയല്ലാഹു അൻഹയുടെ എല്ലാം ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകാരിയായിരുന്നു ഖദീജ. ഖദീജക്ക് 40 വയസ്സുള്ളപ്പോഴാണ് 25 വയസ്സുള്ള അവരുടെ അടിമയായിരുന്ന പ്രവാചകനെ വിവാഹം കഴിക്കുന്നത്. അതായത് ഒരു അടിമയെ വിവാഹം കഴിച്ച് ആ അടിമയ്ക്ക് സ്വന്തം സ്വത്തും സമ്പാദ്യവും എല്ലാം എഴുതി കൊടുത്ത് അവരുടേതാക്കിയിട്ട് ആ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഹിറാ ഗുഹയിൽ നബി ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നബിക്ക് പ്രവാചകത്വം ലഭിക്കുകയാണ്. അവിടെ മലക്ക് വന്നിട്ട് നബിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇക്റ പറയാന്ന്. നബി പേടിച്ച് വിറച്ചിട്ട് എന്താ ചെയ്യുന്നത്? നേരെ വീട്ടിലേക്ക് ഓടിയിട്ട് അവിടെ പുതച്ചു മൂടി കിടക്കുക. ധൈര്യമെല്ലാം ചോർന്നു പോയി, ശരീരമാകെ വിയർത്തു, പനിയെല്ലാം വന്നു, ആകെ വിറച്ചു നിൽക്കുന്ന ഈ സമയത്ത് ആ വ്യക്തിക്ക് ധൈര്യം കൊടുക്കുന്നത് ഖദീജയാണ്. ദൈവത്തിന്റെ വിളിയാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ധൈര്യം കൊടുത്ത് ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിന് അടിത്തറ എന്ന് നമുക്ക് പറയാം. ഒരു ബേസ് സ്റ്റാർട്ടിംഗ് ആണ് ഇതെല്ലാം. ഇതൊക്കെ എന്ന് പറയുന്നത് ഖദീജയെ പോലുള്ള സ്ത്രീകൾ തന്നെയാണ്.